നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ വലൻസിയക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നു. രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആ പോരാട്ടം നടക്കുന്നത്. ഇപ്പോൾ ലാലിഗയിൽ നമുക്കറിയാം ബാഴ്സലോണ ഉള്ളത് 3-ാം സ്ഥാനത്താണ്. 20 കളികളിൽ നിന്ന് 39 പോയിന്റ്. രണ്ടാമതുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിന് 21 കളികൾ 45 പോയിന്റ്. ഒന്നാമതുള്ള റയൽ മാഡ്രിഡിന് 21 കളികൾ 49 പോയിന്റ്. ബാഴ്സയ്ക്ക് വിജയിച്ചേ പറ്റൂ. എങ്കിലും മാത്രമാണ് ഈ ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ട് നിലകൊള്ളാൻ പറ്റുകയുള്ളൂ. സോ യുവേഫ ചാമ്പ്യൻസ് ലീഗ് നല്ല സ്ഥിതിയിലാണ്. റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കി കഴിഞ്ഞതാണ്. ഇനി ലാലിഗയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ ഗ്യാപ്പ് കുറച്ചു കൊണ്ടുവരണം. വലൻസിയക്കെതിരെ മികച്ചൊരു പ്രകടനം നടത്തിയേ പറ്റൂ എന്നർത്ഥം. വലൻസിയ ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലൊന്നുമല്ല. 20 കളികളിൽ നിന്ന് അവർക്ക് 16 പോയിന്റേ ഉള്ളൂ. 19-ാം സ്ഥാനത്താണ്. പക്ഷേ കളിയെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഹൻസി ഫ്ലിക്ക് ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കണ്ടപ്പോൾ പറഞ്ഞത് ഒരിക്കലും എളുപ്പമായിരിക്കില്ല വലൻസിയക്കെതിരെ. വലൻസിയ അവരുടെ ഡിഫൻസിൽ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ അവർക്കെതിരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും കളിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയായിരിക്കും ബാഴ്സലോണയുടെ ആദ്യ 11 എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഗോൾ കീപ്പറായിട്ട് ഇനാക്കി പെന, പിന്നെ കൂണ്ടെ, കുബാസി, അറൗഹോ, ബാൽഡെ, എറിക് ഗാർഷ്യ, പെഡ്രി, ഗാവി, ലാമിൻ യമാൽ, റാഫിഞ്ഞ, ലെവൻഡോസ്കി എന്നിവരായിരിക്കും ആദ്യ 11 എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഏതായാലും ഇപ്പോൾ പെഡ്രി 100% ഫിറ്റ് ആണ്. അദ്ദേഹം ഈ മത്സരത്തിൽ ഉണ്ടാകും. പെഡ്രി ഈസ് 100% ഫിറ്റ്. ഹി ഈസ് പ്ലേയിങ് വെരി വെൽ. ഹി വിൽ കണ്ടിന്യൂ ടു പ്ലേ. I don't know if he will start tomorrow. We need fresh legs. There may be several changes എന്ന് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്ന മാറ്റങ്ങൾക്ക് സാധ്യത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ ബാഴ്സയുടെ മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.